ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് ഞാൻ നിൽക്കുന്നത് രണ്ട് ഐറ്റംസുമായിട്ടാണ്. തണ്ണിമത്തൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. തണ്ണിമത്തൻ്റെ ഗുണങ്ങളും വിശേഷങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മൾ തണ്ണിമത്തൻ എന്നും വാട്ടർമെലൺ എന്ന് ഇംഗ്ലീഷിൽ പറയും, ചില ഭാഗത്ത് തന്നെ വത്തക്ക എന്ന് പറയും, വടക്കോട്ട് പോയി കഴിഞ്ഞാൽ വത്തക്ക എന്നാണ് പറയുക. അപ്പോൾ ഞാൻ രണ്ടെണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ തണ്ണിമത്തൻ കൊണ്ടുള്ള വെറൈറ്റീസ് ഓഫ് ഡ്രിങ്ക്സ് ആണ്. ഈ ചൂട് സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പല രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തണ്ണിമത്തൻ മേടിക്കുമ്പോൾ പല രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നായിട്ട് നോക്കാം എങ്ങനെയാണ് തണ്ണിമത്തൻ കൊണ്ട് ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ രണ്ടെണ്ണം വാങ്ങി വെച്ചിട്ട് രണ്ടും വെറൈറ്റിയാണ് കേട്ടോ, നോക്കിയോ. റെഡാണ്, ഇത് കണ്ടോ യെല്ലോ ആണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് തണ്ണിമത്തൻ കൊണ്ട് 4 രീതിയിൽ നമ്മളൊന്ന് ജ്യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ക്വയർ പീസായിട്ടൊന്നും അല്ല, തോന്നിയ പോലെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടോ. കുരു കുറവാണ് ഇതിൽ, കുറച്ച് കുരു ഈ യെല്ലോയിൽ കുറച്ച് കുരു ഞാൻ നീക്കം ചെയ്തു, അതിൽ കുരു മാറ്റിയിട്ടില്ല, കുരു അതിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് ടൈപ്പ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതിന് ആദ്യം ഞാൻ കാണിക്കുന്നത്. അത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 2 കപ്പ് വാട്ടർമെലൺ കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇത്രയും പുതിനയില ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കായി പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. അത്യാവശ്യം നല്ല മധുരമുള്ള തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർമെലൺ ആണെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതിയേ. ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്യുന്നുണ്ട്. 2 ഏലക്കയും കൂടി ഇടുന്നുണ്ട്. നമുക്കിത് അടച്ചിട്ട് മിക്സിക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധാ വെള്ളമല്ലേ, തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണേ. യെസ്, ഇതൊന്ന് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ജ്യൂസ്, ഒരു ക്ലിയർ ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു എള്ളു പോലത്തെ സാധനമാണ് കടയിൽ മേടിക്കാൻ കിട്ടുക കസ്കസ്. എല്ലാ ജ്യൂസിൻ്റെയും സർബത്തിൻ്റെയൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വെറൈറ്റി ഓഫ് തണ്ണിമത്തൻ വാട്ടർമെലൺ ചെയ്യാൻ പോവുകയാണ്. വളരെ ഡിഫറൻ്റ് ആണിത്. ഇത് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിനൊരു കോക്ടെയിലെന്നോ മോക്ടെയിലെന്നോ വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് രീതിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകണേ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന യെല്ലോ വാട്ടർമെലൺ കൊണ്ടാണ് കേട്ടോ. യെല്ലോയുടെയും 2 കപ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, ഇതിലും കുറച്ച് പുതിനയില മിൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. വളരെ റിഫ്രഷിംഗ് ആണ് മിൻറ്റ് ആഡ് ചെയ്യുമ്പോൾ. ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളകാണ്, ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കി ഉപ്പ് ഇടുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ മിക്സിക്ക് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതും ഞാൻ മിക്സിക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ഒഴിച്ചു വെക്കുകയാണ്. യെസ്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോകണമെന്ന് ലാസ്റ്റ് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കാണാം കേട്ടോ. ഇതിന് തൽക്കാലം ഇതും മാറ്റി വെക്കുകയാണ്. നമ്മളപ്പോൾ മൂന്നാമത്തെ ടൈപ്പിലേക്ക് കിടക്കുകയാണ്. വീണ്ടും ഞാൻ റെഡ് കൊണ്ടാണ് ചെയ്യുന്നത്. അതിലും ഞാൻ 2 കപ്പ് തന്നെ വാട്ടർമെലൺ എടുക്കുന്നത് കേട്ടോ.
ഇതിൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ട് ഇത് നല്ല തണുത്ത പാലൊഴിക്കുന്നുണ്ട് കേട്ടോ. പാലെടുക്കുമ്പോൾ നിങ്ങൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന പാലാണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ടോൺഡ് മിൽക്ക് അല്ലെങ്കിൽ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ടെട്രാ പാക്കിൽ കിട്ടിയാൽ അതിനും കുഴപ്പമില്ല. നമ്മൾ അപ്പോൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി 2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് ഇത് ഐസ്ക്രീമാണ്. ഞാൻ സ്ട്രോബെറി ഐസ്ക്രീമാണ് മേടിച്ചിരിക്കുന്നത്. ഒരു കപ്പ് മതി കേട്ടോ. ഇനി ഐസ്ക്രീമിനും നല്ല മധുരമുണ്ട്, പിന്നെ നമ്മുടെ വാട്ടർ മെലണിനും മധുരമുണ്ട്. മധുരം നിങ്ങൾക്ക് ഇനിയും എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വളരെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. റോസ് മിൽക്ക് പോലെയൊക്കെ ഉണ്ടല്ലേ. കുറച്ച് സീഡ് ഉണ്ടായതിൻ്റെയൊക്കെ ഉള്ളൂ അതുകൊണ്ടോ. അപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി 4ാമത്തെ രീതിയിൽ എങ്ങനെ ചെയ്യണം നോക്കാം. ഓക്കെ, 4ാമത്തെ രീതിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ യെല്ലോ വാട്ടർ മെലൺ കൊണ്ടാണ് ചെയ്യുന്നത്. അതിനെ ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ അടിക്കുന്നില്ല മിക്സിക്ക്. എന്തൊക്കെയായാലും വാട്ടർ മെലൺ ഇങ്ങനെ ചവച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖം കേട്ടോ. ഇങ്ങനെ ഇടക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. ഒരു പ്രത്യേക രസമാണ് വാട്ടർ മെലൻ്റെ. നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി, 2-3 ടേബിൾ സ്പൂൺ ഇതിൽ നമ്മൾ പാൽ ഒഴിക്കുന്നത് കൊണ്ടാട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 കപ്പ് പാലും കൂടെ ഒഴിക്കുന്നതിലേക്ക് കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ച പാലാണേ. നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കസ്കസാണ്ടോ, ഇങ്ങനെ അവസ്ഥയിലായി ഇരിപ്പുണ്ട്. ഇതിനൊരു 2 ടേബിൾ സ്പൂണിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 ആയാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ നേരത്തെ ഒരെണ്ണത്തിൽ ഇടാൻ മറന്നു പോയിട്ടുണ്ട്, ലാസ്റ്റിന് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 4ാമത്തെ ടൈപ്പ് ഓഫ് വാട്ടർ മെലൺ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഓരോന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒഴിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ക്ലിയർ ജ്യൂസ് ആട്ടോ. ഇപ്പോൾ 2ാമത് നമ്മൾ യെല്ലോ വാട്ടർ മെലൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാക്കിയതാണ്, പാലൊഴിച്ചുണ്ടാക്കിയത്. ഇനി നമ്മുടെ പിങ്ക് ജ്യൂസാണ് വിത്ത് സ്ട്രോബെറി ഐസ്ക്രീം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ടൈപ്പാണ് നമ്മുടെ മോക്ടെയിൽ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് നമ്മൾ അരിച്ചിട്ടില്ല. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ചേഞ്ച് ഉണ്ട്, കുറച്ച് അഡീഷൻ ഉണ്ട് ഇതിലേക്ക് കേട്ടോ. ഇതിൽ നമ്മളൊരു പകുതി ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് നമ്മളിതിൽ നേരെ കസ്കസ് ഇട്ടിരുന്നില്ല, ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് സോഡയാണ് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആണത്. ഇളക്കി കൊടുക്കാം. നമ്മുടെ 4 ടൈപ്പ് തണ്ണിമത്തൻ ജ്യൂസും സെറ്റാണ്. നമ്മളിതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ ഒരു ചെറിയ പുതിന വെച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഇതിൽ നമ്മൾ പുതിന ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ വെക്കാൻ പോകുന്നത് ചെറിയൊരു പീസ് യെല്ലോ വാട്ടർ മെലൺ തന്നെ വെച്ച് കൊടുക്കണേ. ഇതിൽ ഒരു ചെറിയ പീസ് പുതിനയും ഒരു ചെറിയ കഷ്ണം നാരങ്ങയും കൂടി വെച്ചെടുക്കണ്ടേ. യെസ്, ഇതിൽ നമ്മൾ ഐസ്ക്രീം വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലത്ത് തികച്ചും റിഫ്രഷിംഗ് ആയിട്ടുള്ള 4 ടൈപ്പ് ഓഫ് തണ്ണിമത്തൻ ജ്യൂസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തണ്ണിമത്തൻ ഈ സമയത്ത് വളരെ ഫ്രീ ആയിട്ട് എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇതിലൊന്നും ഞാൻ എല്ലാം തണുത്ത പാലൊക്കെ എടുത്തിരിക്കുന്ന ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. ബട്ട് ഇതിലൊന്നും എക്സ്ട്രാ ഐസ് ക്യൂബ് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ, തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം ജ്യൂസ് അതിലേക്ക് ഒഴിക്കുക. അതല്ല എങ്കിൽ ഇങ്ങനെ ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. വെക്കാം.
അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും എന്താണ് എൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.